കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല. ഞാനൊട്ടുമല്ല. കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ കേരളത്തിൽ UDF തിരിച്ചു വരില്ല, ഞാൻ എൻ്റെ പുറകെ പോവുള്ളൂ. എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ UDFനെ 100 സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന UDF ചെയർമാനായ എൻ്റെ ദൗത്യം. ഉണ്ടല്ലോ നേരത്തെ തന്നെ, കൂടുതൽ ഉണർവായി നേരത്തെ തന്നെ ഉണർവുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനുള്ള വർക്ക് ഞങ്ങൾ നന്നായി തുടങ്ങിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം നിങ്ങൾ ഓരോ വാർത്ത എഴുതുക. ആസാമിലെ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്നുണ്ടായിരുന്നു. ഈ വർഷം ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലത്തെയും നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചാണ്. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും KPC പ്രസിഡന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ്, മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ്, നേതാക്കന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പറയും. ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഖാർഗേജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു. അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ 100-ലധികം സീറ്റോടുകൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു. അതിൻ്റെ സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത്. എന്നെ കണ്ടാറില്ലേ? അല്ല, അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല. ആ യോഗം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അന്ന് ഞാൻ നിങ്ങളോട് അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല, നിങ്ങളോട് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി പറയാം. കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല. ഞാനൊട്ടുമല്ല. കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ കേരളത്തിൽ UDF തിരിച്ചു വരില്ല, ഞാൻ എൻ്റെ പുറകെ പോവുള്ളൂ. എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ UDFനെ 100 സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന UDF ചെയർമാനായ എൻ്റെ ദൗത്യം. അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കളെ, എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ, സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട്, അവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ മിഷൻ, അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും UDF ചെയർമാൻ. അത് ഞാൻ നിർവഹിക്കും. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ചർച്ച വരുമ്പോഴും നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേര് ആ കൂട്ടത്തിൽ ചേർക്കരുത്. അല്ലല്ല, അതൊക്കെ അത് കോൺഗ്രസ്സിന് ഒരു പ്രൊസീജിയറുണ്ട്, കോൺഗ്രസ്സിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അത് ദേശീയ നേതൃത്വമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാലോചിക്കും എന്താണ് ചെയ്യേണ്ടത്, ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്, ഓരോരുത്തരുടെ ദൗത്യം എന്താണ്. അപ്പോൾ അവരങ്ങ് തീരുമാനിക്കും. അത്രയും അല്ല, നിങ്ങൾ അങ്ങനത്തെ ഞാൻ പറയാം, ഞാൻ വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങളിലെങ്കിലും CPMൻ്റെ ഒരു നറേറ്റീവ് വിൽക്കുന്നുണ്ടെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറയില്ല, സൂക്ഷിച്ചേ പറയില്ല വാക്കുകൾ. CPMൻ്റെ നറേറ്റീവ് എല്ലാവരും അല്ല, ചിലർ വിൽക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ്സിൽ ഭയങ്കര അടിയാണ്, ആകെ അവർക്ക് ഇപ്പോൾ ആകെ കയ്യിലുള്ളൊരു സാധനമാണ്. അത് നിങ്ങൾ കുറച്ച് പേര്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അത് വിൽക്കണ്ട, അത് മാർക്കറ്റിൽ ചിലവാവില്ല. ആ സാധനം ഒരു വിഷയവും ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. ഞങ്ങൾ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്നത്, ആത്മവിശ്വാസത്തോടുകൂടി. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരുന്ന 2-3 മാസങ്ങളിൽ അതിൻ്റെ ഔട്ട്കം ഉണ്ടാവും. അത്ര കുതിപ്പ് കേരളത്തിലെ UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിലും ഉണ്ടാവും. UDF യോഗം ഒരു ദിവസം മുഴുവൻ കൂടി ഇല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ഞാൻ നിങ്ങളെന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയാനുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കി, ഒന്നും ഉണ്ടായില്ല. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യമാണ് UDFിൽ. ഞങ്ങൾ 2 മാസത്തേക്കുള്ള കംപ്ലീറ്റ് പ്രോഗ്രാംസ് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ മുന്നേറ്റം നടത്താൻ നമ്മുടെ ഇലക്ഷൻ ഇയറാണ്. അത് വരും. UDFിന്റെ വിപുലീകരണം ഈ അജണ്ടയിൽ ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. ഉറപ്പായിട്ട് UDFിൻ്റെ അടിത്തറ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തും. അടുത്ത ചോദ്യം, അതിന് ഉപചോദ്യമില്ല.